ഹായ് ശിവകാമിക്കുട്ട. ഹായ്. ജഡ്ജസ് ചോയ്സ് ആണ് ഇന്ന്. ഏത് പാട്ടാ കിട്ടുക വല്ല ഗസ്സും ഉണ്ടോ? ഇല്ല, ഏത് റൗണ്ടാന്ന് നമുക്കൊരു പിടുത്തമില്ല. പക്ഷെ ഏത് വന്നാലും നമ്മൾ പാടും. ഏത് പാടണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാണ് അല്ലേ? എല്ലാം റെഡിയാണ് പാടാൻ വേണ്ടി ശിവകാമി കുട്ടി. അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസ് ചോയ്സ് ആ ചൂസ് ചെയ്തിരിക്കുന്നേ. നമുക്ക് ഉണ്ണി അങ്കിളിനെ വിളിക്കാം. നമുക്ക് പ്രോഗ്രസ് കാർഡൊക്കെ കാണണ്ടേ? ഓക്കെ, അപ്പൊ ഉണ്ണി അങ്കിൾ വെൽക്കം. ശിവകാമി കുട്ടിക്ക് അറിയോ എത്ര പാട്ട് പാടി, എത്ര 100 കിട്ടി? അതൊക്കെ എണ്ണീട്ടില്ല. ആദ്യത്തെ ആളാണ് കേട്ടോ എണ്ണാതെ വരുന്ന ആദ്യത്തെ ആളാ. ശരിയാ, കറക്റ്റ്. ശിവകാമി കുട്ടി, അഭിനന്ദനങ്ങൾ. തകർക്കണ്ടായിരുന്നു 100. ആദ്യം നമുക്ക് പ്രോഗ്രസ് കാർഡ് കാണാം. ഓക്കെ. അയ്യോ, 12 സെഞ്ചുറി ഉള്ളൂന്നോ? ചെറുത്. ആകെ ടോട്ടൽ പാടിയിരിക്കുന്നത് 35 പാട്ടാണ്. അതില് ഇത് 36ാമത്തെ പാട്ടാ ഇപ്പൊ പാടാൻ പോകുന്നത്. അതില് 12 പ്രാവശ്യം 100 കിട്ടി. അതായത് 3 പാട്ട് പാടിക്കഴിഞ്ഞാൽ ഏകദേശം 100. അതുപോലെ 2 സ്റ്റാർ 1 പ്രാവശ്യം, 5 സ്റ്റാർ 3 പ്രാവശ്യം. മിടുക്കി. അടിപൊളി. ഓക്കെ, നമുക്ക് ജഡ്ജസ് ചോയ്സിൽ പോവാം. ഈ 4 പേരെ മനസ്സിലായില്ലേ? ആര്യ ചേച്ചി. എന്തുകൊണ്ട് ആര്യ ചേച്ചി സെലക്ട് ചെയ്തേ? പാവമാണ്. ഒരു പാവമാണ് ആര്യ ചേച്ചി. ഡിസ്പ്ലേ ഇങ്ങനെ വരുമ്പോഴേ ആദ്യം നമ്മൾ നോക്കുക ആര്യനെ. അത് ശരി, അതാ കണ്ണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശരിയാ, കണ്ണു പാവാണെന്ന് പറഞ്ഞല്ലേ ഒരു വലിയ തെറ്റിദ്ധാരണയല്ലേ? അതെ, അത് കുറച്ച് ദിവസം മിണ്ടി കഴിഞ്ഞാൽ നമുക്കത് മാറും. പക്ഷെ പാവം, അതിനോടത് പറയണ്ട. ഒരാള് ഞാൻ പാവാണെന്ന് പറയുന്നത് സന്തോഷം മനസ്സിലാക്കുന്നടാ. ചക്കരയുമ്മ. നമുക്ക് കാണാം ആര്യ ചേച്ചി ഏത് റൗണ്ടാ തരുന്നതെന്ന് നോക്കാവേ. ഓക്കെ, ആര്യ ചേച്ചി ഡാൻസ്. എന്തൊക്കെ പറയുവാ. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോന്നേ? ഓക്കെ, അപ്പൊ നമ്മുടെ ശിവകാമി കുട്ടിയുടെ പാട്ട് കേൾക്കാൻ നമ്മളൊക്കെ റെഡിയാണ്. പ്രേക്ഷകരെല്ലാവരും പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ താഴെ ഒരു QR കോഡ് കാണും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ശിവകാമി കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. പരിഭവമായി ഒരു യമുന മനസ്സിൽ
ശിവകാമിക്കുട്ടി നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് മോള്. എനിക്ക് തോന്നിയത് കുറച്ച് ബേസ് ആയി പോയി മോൾക്ക് പാട്ട് അല്ലേ? രാധ എന്നൊക്കെ പറയുമ്പോ നമുക്ക് തോന്നി. കുറച്ച് കൂട്ടി നോക്കിയാലോ? ഒരു സെമിറ്റോൺ കേറ്റിട്ടൊന്ന് പാടി വെക്കോ മോള്. പാൽനുരയായി നറുപരിഭവമായി ഒരു യമുന മനസ്സിലൊഴുകും. ആ തീരത്താരാരോ ഓടക്കുഴലൂതുമ്പോൾ ഗീതാഗോവിന്ദത്തിൻ പൂമ്പല്ലവി പാടുമ്പോൾ ഉള്ളിൽ കാൽത്തള കൈവള ഇളകിയതെന്തിനു രാധേ. സൗണ്ട്സ് ബെറ്റർ. മച്ച് ബെറ്റർ. ഏറ്റവും ഹയസ്റ്റ് നോട്ട് പാടാമോ? അത് എവിടെ വരെ എത്തുന്നു? രാവേറെ ചെല്ലും നേരം കാളിന്തി തീരത്തെത്തി നിന്നെ പുൽകും കാർവർണ്ണൻ. തേനൂറും ചെല്ലച്ചുണ്ടിൽ പൂമോടി ചുംബിക്കുമ്പോൾ എന്തേ ചൊല്ലും നിൻ മൗനം. നീയാ കൈനകലാളനെ ഏറ്റുമുറിഞ്ഞൊരു ചിന്താമരയാകും. നീയാ മാറിലമർന്നു മയങ്ങിയുണർന്നൊരു പീലിക്കതിരാകും. നിന്റെ നിറഞ്ഞു തുളുമ്പിയ നെഞ്ചു തുടിച്ചൊരു പൊൻതുടിയായി ദ്രുത താള വിളംബിതമാ. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാ അയ്യോ, ഇത് അടുത്ത് നിന്ന് കേൾക്കുമ്പോയില്ലേ നമ്മളെന്തോ ഇങ്ങനെ സ്വിച്ചൊക്കെ ചിലത് വരുമല്ലോ, ഒരു നമുക്കൊന്നും ഫീൽ ചെയ്യൂല ഇത് ശരിക്കും പാടുന്നതാണ്. മനസ്സിലാവേയില്ല അല്ലേ? മീനുകൂടാ, ഓരോ നോട്ടിനും ഒരു അഡ്രസ് ഉണ്ട്. അതെ. ആ അഡ്രസ് കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യും. ആര്? ശിവകാമി കുഞ്ഞ്. നമ്മ ശിവകാമി. നമ്മ കണ്ടോ ആ പിച്ച് മാറ്റിയപ്പോ വ്യത്യാസം മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കണം മോളെ കേട്ടോ. ഹൈ നോട്ട്സ് ഒക്കെ ക്ലീൻ ആയി പാടിയല്ലോ. അപ്പോ മറ്റേ ശ്രുതിയിൽ വരുമ്പോ എന്താ അറിയോ, ആ ബേസ് രജിസ്റ്റർ ശരിക്കാവുന്നില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് നല്ല ഫ്ലാറ്റായി മോള് പാടുമ്പോ. അതാ കംഫർട്ടബിൾ പിച്ച് അല്ലാത്തോണ്ടാ. ഇതിൽ പാടിയപ്പോ കറക്റ്റ് ആയിരുന്നു. അത് ശ്രദ്ധിക്കണം മോളെ, ഇനി അത് കെയർലെസ് ആവരുത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. മീനുകൂടാ, എന്തോ നമ്മുടെ ശിവകാംസ് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പാവം ഒരു കുട്ടിയായിട്ട് ഇവിടെ വരും. പാട്ട് കഴിഞ്ഞിട്ട് ഒരു പാവം കുട്ടിയായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഇതിന്റെ ഇടയില് വേറൊരു സംഭവമാണ് കേട്ടോ. ഒരു സ്റ്റുഡന്റ് ഓഫ് മ്യൂസിക് ആയിട്ട് വരുന്നു, സ്റ്റുഡന്റ് ഓഫ് മ്യൂസിക് ആയിട്ട് പോകുന്നു. പാവം മാത്രമല്ല, ഒരു പാവക്കുട്ടിയായിട്ടും പോവാണ്. പക്ഷെ പാടി തുടങ്ങി കഴിഞ്ഞാ സീൻ മാറും. പിന്നെ ഒരു രക്ഷയില്ലടാ. മാത്രല്ല എന്ത് എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടുന്നത്. ഒരു എഫേർട്ടും ഇല്ല. ഇപ്പൊ കാറ്റല എന്ന് പാടുന്നില്ലേ, അവിടെ ഫോഴ്സ്ഫുൾ ആയിട്ട് പാടണം എന്നറിയാട്ടോ. അവിടെ മാത്രം ഫോഴ്സ്ഫുൾ ആവും. എപ്പോഴെങ്കിലും ശിവകാമി കുഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് സംസാരിച്ച് ഇല്ല. ഒരേ ലെവലിൽ ഇങ്ങനെ ഒരേ ലെവലില്. അതാണ് പാട്ടിൽ വരുമ്പോ ആ ലെവല് മാറും. ആള് വേറെ ലെവൽ, റേഞ്ച് ഒക്കെ മാറും. ഇതിനാണ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറയേണ്ടത്. ആ രീതിയിൽ പാടുന്നുണ്ട് കേട്ടോ. മിടിക്കായിട്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ആ ഇന്നത്തെ പ്രശ്നം ഓഫ്കോഴ്സ് ആ ശ്രുതിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, രാധ പിണങ്ങിപ്പോയി. രാധയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. രാധയെന്ന് വിളിച്ചത് ഒത്തിരി സ്നേഹത്തോടെ അത് കേൾപ്പിച്ച് വിളിക്കായിരുന്നില്ലേ. രാധയ്ക്ക് കണ്ണനോടും പരിഭവമുണ്ട്, അതുപോലെ ശിവകാമിയോടും പരിഭവമുണ്ട്. അപ്പൊ രാധ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ശിവകാമി അടുത്ത് റിക്വസ്റ്റ് ചെയ്യാമോ, ഒന്ന് എന്നെ ഒന്ന് നന്നായിട്ട് കേൾപ്പിച്ചു തരാമെന്ന്. ഒന്ന് കേൾപ്പിക്കോ? ഉള്ളിൽ കാൽത്തള കൈവള ഇളകിയതെന്തിനു രാധേ. ആ ഗരി ഗരി സനി പദസ, അതല്ലേ? അത് കുറച്ചും കൂടെ കറക്റ്റ് ആവണം, അപ്പോഴേ രാധയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. ആ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ പട്ടാടത്തുമ്പും കെട്ടി കണ്ണാരം പൊത്തി പൊത്തി, നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. അമ്പാടി പയ്യും മേച്ചി തമ്പോടി മായക്കണ്ണൻ നിന്നെ തേടും ഈ രാവിൽ. പട്ടാടത്തുമ്പും കെട്ടി കണ്ണാരം പൊത്തി പൊത്തി കണ്ണാൻ കൂടെ നീ പോരൂ. അതുപോലെ തേനൂറും ചെല്ലച്ചുണ്ടിൽ വന്നില്ലേ, അവിടെയും ശിവകാമി കുട്ടിയെ കാണാൻ പറ്റി കേട്ടോ. രാവേറെ ചെല്ലും നേരം കാളിന്തി തീരത്തെത്തി നിന്നെ പുൽകും കാർവർണ്ണൻ. തേനൂറും ചെല്ലച്ചുണ്ടിൽ പൂമോടി ചുംബിക്കുമ്പോൾ എന്തേ ചൊല്ലും നിൻ മൗനം. നീയാ കൈനകളാലനെ നിന്റെ നിറഞ്ഞു തുളുമ്പിയ നെഞ്ചു തുടിച്ചൊരു പൊൻതുടിയായി. അതും നന്നായി കേട്ടോ, അവിടെയൊക്കെ നന്നായി. ആ
ഒരുപാട് ആ അവയർനെസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ശിവകാമി കുഞ്ഞ് എങ്ങനെ പാടണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് രീതിയിൽ കൺസീവ് ചെയ്യണം, ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് രീതിയിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തണം. കള്ളക്കുട്ടിയാണ് കേട്ടോ, എല്ലാം അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കും. നീ മനസ്സിലായി കേട്ടാ, അങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. മിടിക്കാണ്. നല്ല സെലക്ഷൻ ഓഫ് സോങ് ആണ്. ആ ശ്രുതി കറക്റ്റ് ആക്കിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ തിരിച്ചു പോയി ശ്രുതി കറക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അടുത്ത പാട്ടിൽ ശ്രുതി കറക്റ്റ് ആക്കി ഏതാണ് റേഞ്ച് നല്ലതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പ്രീ ക്വാർട്ടറിലാണേ, അടുത്ത ക്വാർട്ടർ ഫൈനൽസ് ആണ്. ഫ്ലൈറ്റ് പിടിച്ചു പോണം അല്ലേ? ഓക്കെ, യെസ്. പ്രീ ക്വാർട്ടേഴ്സിൽ എത്തിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു മിസ്റ്റേക്സ് കൊണ്ട് നമുക്ക് മാർക്ക് ഒരിക്കലും കുറയാൻ പാടില്ലല്ലോ ശിവകാമി കുട്ടി. അപ്പൊ നമ്മള് ശ്രുതി സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാടി നോക്കിയിട്ട് അറിയാൻ പറ്റണം ഹൈ പോകുന്നുണ്ടോ ബേസ് പോകുന്നുണ്ടോ എല്ലാം കൃത്യമായി കേൾക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ ഇന്ന് ശിവകാമി കുട്ടിക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ശ്രുതിയുടെ പ്രശ്നങ്ങളും പിന്നെ ചെറിയ ക്ലാരിറ്റി ഇഷ്യൂസും, എസ്പെഷ്യലി ബേസിൽ പാടുമ്പോൾ ഉള്ള ക്ലാരിറ്റി ഇഷ്യൂസും ആണ് വന്നിട്ടുള്ളത്. അതിന്റെ റീസൺ ഈ ശ്രുതി മാറ്റാത്തത് തന്നെയാണ് കേട്ടോ. ഒറിജിനൽ തന്നെ പാടണം നിർബന്ധേ ഇല്ല, ഒരു നിർബന്ധമില്ല. ശിവകാമി കുട്ടിക്ക് ബേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് നോട്ട് കയറ്റിയിട്ട് പാടിക്കഴിഞ്ഞാൽ അത് നീറ്റ് ആയിരിക്കും. നേരത്തെ നല്ല സൂപ്പറായി പാടിയല്ലോ, മിടുക്കിയായിട്ട് പാടി നേരത്തെ. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് കാണാനും ഭയങ്കര രസമുണ്ടായിരുന്നു, ചിരിച്ചോണ്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ എറേഴ്സ് ആണ് നോക്കുകയാണെങ്കിൽ. പിന്നെ ക്ലാരിറ്റി ഇഷ്യൂസും ആണ് ഇന്ന് ശിവകാമി കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് വരും. അപ്പൊ എന്തായാലും ഓവറോൾ നല്ല മിടുക്കി കുട്ടിയായിട്ട് പാടി ഏത് പാട്ട് കൊടുത്താലും ശിവകാമി കുട്ടിക്ക് നല്ല സൂപ്പറായി പാടാൻ പറ്റുന്ന എപ്പോഴും 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 തെളിയിക്കുന്ന ഒരാളാണ് നമ്മുടെ ശിവകാമി കുട്ടി കേട്ടോ. സൂപ്പറായിട്ട് പാടി എന്തായാലും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ശിവകാമി കുഞ്ഞിന് ഒരു പ്രത്യേകമായിട്ടുള്ള മാർക്കാണ് 97.5. ചൂടാൻ പീലി കൊടുക്കും ഓരോ മരമാമയിലോ, നീലക്കാടുകൾ കോർത്തൊരു തൂവനമാലയിൽ ആരുടെ പൂമ്പൊടി തേടിയ പൊന്നിതളോ. അപ്പൊ അടുത്ത പ്രാവശ്യം പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരണേ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.